ഗുഡ് മോർണിംഗ്. സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലെ പല പ്രൊവിഷൻസും പഠിച്ച് അത് കടന്ന് ഇപ്പോൾ നമ്മൾ ആൻറ്റി കറപ്ഷൻ ലോസിലേക്കാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിലബസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 5 മാർക്കാണ് ഈ ഒരു സിലബസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം എന്താണ് പബ്ലിക് സർവൻ്റ് എന്നും ഒഫൻസസ് റിലേറ്റിംഗ് ടു കറപ്ഷൻ ഇൻ ഇന്ത്യൻ പീനൽ കോഡും ആൻറ്റി കറപ്ഷൻ ലോസ് എന്ന് പറഞ്ഞിട്ട് കറപ്ഷൻ ലോസിൻ്റെ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് കുറേ അങ്ങനെ ഒരു ഇൻഡെഫിനിറ്റ് ആണ്, അതിനകത്ത് എന്തും വരാമെന്ന രീതിയിലാണ് സിലബസ് കിടക്കുന്നത്. എന്നാൽ നമ്മൾ ഏറ്റവും പ്രമുഖമായതും പ്രാധാന്യം അർഹിക്കുന്നതുമായ ആൻറ്റി കറപ്ഷൻ ലോസിൻ്റെ ഒരു ഡിസ്കഷൻ നമ്മളിവിടെ ചെയ്യും. പ്രധാനപ്പെട്ടതായ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റും തുടങ്ങിയ ആക്റ്റും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റും ബിനാമി ട്രാൻസാക്ഷൻ ആക്റ്റും റൈറ്റ് ടു ഇൻഫർമേഷൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്റ്റും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ IPCയിലെ പ്രൊവിഷൻസും കൂടി ആ സിലബസ് പ്രകാരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് മെജോറിറ്റി ഓഫ് ദ കറപ്ഷൻ ലോസ് വിൽ ബി ഡിസ്കസ്ഡ് ഹിയർ ആൻഡ് വി വിൽ ഗോ ടു ദ ക്ലാസ് ഡയറക്ട്ലി നൗ. എന്താണ് കറപ്ഷൻ എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. കൺസെപ്ച്വലി നമുക്ക് പറയുകയാണെങ്കിൽ കറപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ഒരു സംവിധാനമുണ്ടെങ്കിൽ അതിൽ വ്യതിചലിക്കുക എന്ന് പറയും. ടോർട്ട് ഈസ് എ സിവിൽ റോങ് എന്ന് പറഞ്ഞാൽ ടോർട്ടിനും ഇങ്ങനൊരു ട്വിസ്റ്റ് എന്നൊരു അർത്ഥമുള്ളതുപോലെ കറപ്ഷൻ ടു ബ്രേക്ക് ഡി നോട്ട് സംതിങ് സ്പോയിൽഡ്, ഇറ്റ് ഹാസ് ബീൻ കറപ്റ്റഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് എ ക്യാൻസറസ് കണ്ടാമിനേറ്റിംഗ് ആൻഡ് ദാറ്റ് വിച്ച് ഈസ് ഇമ്പോസിബിൾ ടു റാഡിക്കേറ്റ്. അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല അല്ലേ, ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. ഇറ്റ് ഈസ് ഓൾഡ് ആസ് ഗവർണൻസ് ഇറ്റ് സെൽഫ്. അത് ഭരണം എന്നൊരു കൺസെപ്റ്റ് എന്ന് തൊട്ടേ ഉണ്ടോ അന്ന് തൊട്ടേ ഈ കറപ്ഷൻ എന്നൊരു കാര്യമുണ്ടെന്ന് പറയും. ഈവൻ ചൈനയുടെ വൻമതിലുകൾ ഉണ്ടായിട്ട് പോലും ശത്രുക്കൾ ആ വലിയ കോട്ട കടന്നകത്ത് കയറിയത് ആ കറപ്ഷൻ്റെ ഒരു കാര്യമുള്ളത് കൊണ്ടാണ്. ആ ചൈനീസ് ചരിത്രമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതേപോലെ ഇതൊരു ഗ്ലോബൽ ഫിനോമിനനായിട്ടാണ് ഈ കറപ്ഷൻ കാണുന്നത്. ഈ കറപ്ഷനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. കറപ്ഷൻ ഒരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റാണ്, ഷേപ്പ്ലെസ്, ഓർഡർലെസ്, കളോസീവ്, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ കറപ്ഷൻ ഇങ്ങനെ ഒരു പ്രോസസ്സ് പോലെ അങ്ങനെ നിലനിൽക്കും. ഇറ്റ് എ മെനസ് ടു ദി അഡ്മിനിസ്ട്രേഷൻ ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന കുറച്ച് ലോസ് ഉണ്ട്. അതിന് നമ്മൾ ആൻറ്റി കറപ്ഷൻ ലോസ് എന്ന് പറയും. എന്തൊക്കെ ആൻറ്റി കറപ്ഷൻ ലോസാണ് നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ട് പ്രൊവൈൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ IPC ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് 1860, ലോർഡ് മക്കളെയാണ് കൊണ്ടുവരുന്നത്. 1860 അത് വരുന്നത്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 പിന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 ഉണ്ട്. പിന്നെ വരുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ 2005 നമുക്ക് ഇൻഫർമേഷൻ ചോദിക്കുന്ന വഴി പല ഡോക്യുമെൻറ്റ്സും ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ വഴി കറപ്ഷനെ ഒരു പരിധി വരെ തടയാൻ പറ്റും. നമ്മളത് ആ ഒരു പ്രൊവിഷൻസ് കൂടുതലായിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് അതുകൊണ്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ആ ആക്റ്റിലെ കുറച്ച് പ്രൊവിഷൻസും കൂടി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു മെയിനായിട്ടൊരു ആൻറ്റി കറപ്ഷൻ ലോസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബിനാമി ട്രാൻസാക്ഷൻ ആക്റ്റും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഡയറക്ട്ലി IPCയിലുള്ള കാര്യങ്ങൾ റെലവൻറ്റ് പ്രൊവിഷൻസ് റിഗാർഡിങ് ആൻറ്റി കറപ്ഷൻ ലോസ് ദാറ്റ് ഈസ് ഹാവിങ് എൻ എഫക്റ്റ് ഓഫ് ആൻറ്റി കറപ്ഷൻ ലോ ഇൻ ഇന്ത്യൻ പീനൽ കോഡ് എന്നാണ് നോക്കുന്നത്. അതിന് ഈ കറപ്ഷൻ ആരെ ബേസ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പബ്ലിക് സർവൻറ്റിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. IPCയിലെ ഡെഫിനിഷനിൽ പബ്ലിക് സർവൻറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പബ്ലിക് സർവൻറ്റിനെയാണ് ചുറ്റിപ്പറ്റിയാണ് ഈ കറപ്ഷനൊക്കെ നിൽക്കുന്നത്. ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ, പൊതു ഉദ്യോഗസ്ഥൻ, ഗവൺമെൻറ് സർവൻറ്റ് പറയും പബ്ലിക് സർവൻറ്റ്. അവരാരൊക്കെയാണ്? സെക്ഷൻ 21 അല്ലേ ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ് സ്റ്റേറ്റ് ഹൂ ഈസ് എൻ പബ്ലിക് സർവൻറ്റ്. അതൊരു ലിസ്റ്റുണ്ട്. ആരൊക്കെയാണ് പബ്ലിക് സർവൻറ്റിൻ്റെ മീനിങ്ങിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് നോക്കാം. എനി കമ്മീഷൻഡ് ഓഫീസർ ആൻഡ് ആംഡ് ഫോഴ്സസിലെ എനി കമ്മീഷൻഡ് ഓഫീസർ അവർ പബ്ലിക് സർവൻ്റ് ആണ്. എനി ജഡ്ജ് ഹൂ ഇൻഡിവിജ്വലി ഓർ ത്രൂ ദ ബോഡി ഓഫ് മെമ്പേഴ്സ് ഈസ് എംപവേർഡ് ടു ഡിസ്ചാർജ് അഡ്ജൂഡിക്കേറ്ററി ഫംഗ്ഷൻസ്. ഒരു ജഡ്ജോ ഒരു കമ്മീഷൻഡ് ഓഫീസർ ഇൻ ആർമിയോ ഓഫീസേഴ്സ് ഓഫ് കോർട്ട് ഫോർ റെസ്പോൺസിബിൾ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓൺ മാറ്റേഴ്സ് ഓഫ് ലോ, for authenticating information or for providing relevant details and for any such duty that court has on its officials. court officers ഇതിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ ആരൊക്കെ വരും? all jury members of പഞ്ചായത്ത്, ഇവാലുവേറ്റേഴ്സ്, അവരൊക്കെ പബ്ലിക് സർവൻറ്റിൻ്റെ എക്സാമ്പിൾ വരും. any arbitrator, ഒരു ഇടനിലയായിട്ട് നമുക്ക് നിൽക്കില്ലേ, ഇപ്പോൾ ആർബിട്രേഷൻ അപ്പോയിൻ്റ് ചെയ്യില്ലേ, ഓരോ കേസിൽ ഒരു ആർബിട്രേറ്റർ നിൽക്കും, രണ്ട് ഭാഗത്ത് നിന്ന് വാദിക്കും.
അവരുടെ ഭാഗത്തു നിന്നൊക്കെ എടുത്ത് അതിൽ മേലൊരു വിധി പറയുന്ന ഒരാൾ. ഒരു ആർബിട്രേറ്ററും ഒരു പബ്ലിക് സർവൻ്റാണ്. ഓഫീസർ ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ഒഫൻസസ്, ഇപ്പം പോലീസ് ഓഫീസേഴ്സ് ആയാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയാലും അതും ഇതാണ് പബ്ലിക് സർവൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓൺ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഓൺ ഒഫൻസസ് ഓർ ബ്രിങ്ങിങ് ക്രിമിനൽസ് ടു ജസ്റ്റിസ്, അതൊരു ഭാഗം. പിന്നെ ഓഫീസേഴ്സ് ഇൻ ചാർജ് ഓഫ് ദ ഗവൺമെൻറ് are holding property as part of their duty to conduct surveys, assessment or investigations or to report on the government money interest അല്ലെങ്കിൽ pecuniary interest എന്ന് പറയും. എന്താണ് ഗവൺമെൻറ്റിൻ്റെ വസ്തുവകകൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി അതിനുമേൽ അത് കൈവശം വയ്ക്കുകയും അതിൽ സർവേ നടത്തുകയും അസസ്മെൻറ്റ് നടത്തുകയും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഓഫീസേഴ്സും അവരും പബ്ലിക് സർവൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ ഓഫീസേഴ്സ് വിത്ത് ദ ഒബ്ലിഗേഷൻ ടു ഹോൾഡ്, take or dispense property for the public good for assessment of or levy taxes. ടാക്സിൻ്റെ ഭാഗമായിട്ടൊരു ഭൂമി അറ്റാച്ച് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, ഡിസ്പെൻസ് ചെയ്യുകയോ അത് വിറ്റുപോവുകയൊക്കെ ചെയ്യാൻ വേണ്ടി അതിനാൽ നിയമിക്കപ്പെട്ട നോമിനേറ്റ് ചെയ്യപ്പെട്ട അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഓഫീസേഴ്സ് അവരും ടാക്സ് കളക്ഷൻ ലെവി ടാക്സ് ഈടാക്കാനൊക്കെ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഹു ഇസ് റെസ്പോൺസിബിൾ അമെൻഡിങ് ദ ഇലക്ട്രൽ റോൾസ് ആൻഡ് കണ്ടക്ടിങ് ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള ഇലക്ട്രൽ ഓഫീസേഴ്സ് അവരൊക്കെ ഇലക്ഷൻ സമയത്ത് ഓരോ ഡ്യൂട്ടി വരത്തില്ലേ, അപ്പം അവരും പബ്ലിക് സർവൻറ്റ് എന്ന എക്സാമ്പിളിൻ്റെ കീഴിൽ വരും, എന്ന ഡെഫിനിഷൻ്റെ കീഴിൽ വരും. പിന്നെ എനി പേഴ്സൺ വിത്ത് എ ഗവൺമെൻറ് ടാസ്ക് ഇൻ എക്സ്ചേഞ്ച് ഫോർ പേയ്മെൻറ്റ് ഇൻ എ കപ്പാസിറ്റി ഓഫ് പബ്ലിക് ഡ്യൂട്ടി, ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഒരു കർത്തവ്യം കൊടുക്കുകയും അതിന്മേലൊരു പ്രതിഫലം കൈപ്പറ്റുകയും ചെയ്യുന്ന ഒരാൾ, പബ്ലിക് ഡ്യൂട്ടി ചെയ്യുന്ന ആളും അദ്ദേഹം പബ്ലിക് സർവൻറ്റിൻ്റെ ഡെഫിനിഷനിൽ അദ്ദേഹവും പബ്ലിക് സർവൻറ്റിൻ്റെ ഡെഫിനിഷനിൽ വരും. അപ്പോൾ ഇത്രയും ക്ലാസ്സസ് ഓഫ് പബ്ലിക് സർവൻസ് ഉണ്ട്. ഓർത്തിരിക്കുക. നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് പോയി നോക്കാം. എങ്ങനെയാണ്? എ പേഴ്സൺ വിത്ത് എ ഗവൺമെൻറ് ടാസ്ക് ആൻഡ് ഹൂ ഇസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദ പേയ്മെൻറ്റ് ഹൂ ഇസ് ഡിസ്ചാർജിങ് എ പബ്ലിക് ഡ്യൂട്ടി. ഒന്ന്, who is another officer who is responsible conducting elections. Officers who has the power to obligation to hold, take and dispense the property for the public good for assessment or for levying tax. പിന്നെ വരുന്നതാര? ഓഫീസേഴ്സ് ഹോൾഡിംഗ് ദ പ്രോപ്പർട്ടി ആസ് പാർട്ട് ഓഫ് ദെയർ ഡ്യൂട്ടി ടു കണ്ടക്ട് സർവേ, അസസ്മെൻറ്റ്, ഇൻവെസ്റ്റിഗേഷൻ. Officers who are responsible for the prevention of offences and bringing criminals to justice. പോലീസ് ഓഫീസേഴ്സൊക്കെ അതിനകത്ത് വരാം. എനി ആർബിട്രേറ്റർ ടു ഹൂം ദ മാറ്റർ ഈസ് റെഫേർഡ് ബൈ ദ കോർട്ട് ഓഫ് ലോ ഫോർ ജഡ്ജ്മെൻറ്റ്, ആർബിട്രേറ്റർ വരും. ഓൾ ജൂറി മെമ്പേഴ്സ് ഓഫ് ദ പഞ്ചായത്ത്, ഇവാലുവേറ്റേഴ്സ് ഹു അസിസ്റ്റ് ദ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അവരും അതിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെയോ ദ ഓഫീസേഴ്സ് ഓഫ് ദ കോർട്ട്, കോടതിയിലുള്ള ഒഫീഷ്യൽസ് അവരും പബ്ലിക് സർവൻറ്റ് എന്ന കീഴിൽ വരും. ജഡ്ജ് ഇൻഡിവിജ്വലി ഓർ ത്രൂ ദ ബോഡി ഓഫ് മെമ്പേഴ്സ് ഇസ് എംപവർഡ് ടു ഡിസ്ചാർജ് അഡ്ജൂഡിക്കേറ്ററി മാറ്റേഴ്സ് ഫങ്ഷൻസ്, അവരും പബ്ലിക് സർവൻറ്റിൻ്റെ കീഴിൽ വരും. എനി കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇൻ ദി ആംഡ് ഫോഴ്സസ്, അവരും പബ്ലിക് സർവൻറ്റ് എന്ന ഡെഫിനിഷനിലെ കീഴിൽ വരുന്നതായിരിക്കും. ഈ പറയുന്ന പെർട്ടിക്കുലർ ക്ലാസ്സസ് ഓഫ് പേഴ്സൺസിനെ, ഓഫീസേഴ്സിനെ നമ്മൾ പബ്ലിക് സർവൻറ്റ് എന്ന കാറ്റഗറിയിൽ കൊണ്ടുവരും. കമ്മീഷൻഡ് ഓഫീസർ, ആർമി, നേവൽ, മിലിറ്ററി, ഇതൊക്കെ അതിനകത്ത് വരും കേട്ടോ. അപ്പം ഈ പറഞ്ഞ കാറ്റഗറീസിലാണ് വരുന്നത്. പിന്നെ ഓരോ സംസ്ഥാനങ്ങൾക്ക് അവർക്കനുസരിച്ച് ഓരോ അമെൻമെൻറ്റ് കൊണ്ടുവന്ന്, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള ഓഫീസേഴ്സ് അവരെയൊക്കെ പബ്ലിക് സർവൻറ്റ് എന്ന കീഴിൽ IPCയുടെ ഡെഫിനിഷൻസ് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ പൊതുവെ ഇന്ത്യൻ പീനൽ കോഡിലെ പബ്ലിക് സർവൻറ്റ് എൻ്റെ ഡെഫിനേഷനിൽ അവർക്ക് അവിടുത്തെ ഓഫീസേഴ്സിനെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സിനെ അവിടെ ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പെക്യൂണറി ഇൻട്രസ്റ്റ് ഒക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ പബ്ലിക് സർവൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗങ്ങൾ. അത് പെക്യൂണറി ഇൻട്രസ്റ്റ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസും ഉണ്ട്. കോൺട്രാക്റ്റ് കണ്ടക്ട് ചെയ്യുന്നതും കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ആളും ഇതിൻ്റെ ഭാഗമാണ്. അപ്പം ഈ പറയുന്ന വേർഡിങ്സിലൊക്കെ എന്തായാലും പബ്ലിക് സർവൻറ്റിൻ്റെ പല കാര്യങ്ങളും ഒളിഞ്ഞിടപ്പുണ്ട്. അതും കറക്റ്റായിട്ട് പറയാം. അതാണ് അതിനകത്ത് ഇതൊക്കെ വരും എന്നും കൂടി ഓർക്കുക. പോലീസ് ഓഫീസേഴ്സാണ് നേരത്തെ പറഞ്ഞ ബ്രിങ്ങിങ് ക്രിമിനൽസ് ടു ക്രിമിനൽസ് ബിഫോർ ദ കോർട്ട് ഓർ ദ ജസ്റ്റിസ് എന്ന രീതിയിലേക്ക് പോലീസ് ഓഫീസേഴ്സ്, ജഡ്ജസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓഫീസർ റെസ്പോൺസിബിൾ അമെൻഡിങ് ദ ഇലക്ട്രൽ റോൾസ്, ഇലക്ഷൻ ഓഫീസേഴ്സ്, അങ്ങനെ കുറേ ഒരു സർട്ടൻ കാറ്റഗറീസ് ഇവിടെ വരുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ പബ്ലിക് സർവൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒഫൻസസ് IPCയിൽ ഏതൊക്കെ ഭാഗത്തിലാണ് പറയുന്നതാണ് അടുത്ത കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ആദ്യത്തെ നോക്കും. ചാപ്റ്റർ 9 ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ് ഡീൽസ് വിത്ത് ദി ഒഫൻസസ് കമ്മിറ്റഡ് ബൈ ഓർ ഇൻ കണക്ഷൻ വിത്ത് പബ്ലിക് സർവൻറ്റ് എന്നാണ് പറയുന്നത്.
ചാപ്റ്റർ 9 ഓർക്കുക, ചിലപ്പോൾ ചോദിക്കാം, ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് ഡീൽസ് വിത്ത് ഒഫൻസസ് കമ്മിറ്റഡ് ബൈ ഓർ ഇൻ കണക്ഷൻ എന്നാണ്, കണക്ഷൻ വിത്ത് പബ്ലിക് സർവൻസ്. ആൻഡ് ദെയർ ആർ 6 sections in this chapter starting from sections 166 to 171 വരെയാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതിൽ ചില പ്രൊവിഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. കാരണം 171 വരുമ്പോൾ ഒഫൻസസ് റിലേറ്റിംഗ് ടു എലക്ഷൻ, അതിൽ 171C അല്ലെങ്കിൽ 171 ബ്രൈബറി എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ അതിൽ പറയുന്നുണ്ട്. ബ്രൈബ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചോദ്യം വന്നാൽ 171 അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർക്കുക. അതിൽ ആദ്യത്തെ ഒരു 161 മുതൽ 165A വരെയുള്ള സെക്ഷനിൽ റിപ്പീൽ ചെയ്ത് പോയി. അത് നമുക്ക് എന്തുകൊണ്ടെന്നൊക്കെ നോക്കാം. എന്താണ്? ദ ചാപ്റ്റർ ഡീൽസ് വിത്ത് 2 types of offences. That is the offences which may be committed by public servants alone. The other of which includes offences which, although not committed by public servants, കൺസേൺ പബ്ലിക് സർവൻസ്. പക്ഷേ അയാൾ പബ്ലിക് സർവൻറ്റ് ചെയ്തതായിരിക്കില്ല, പക്ഷേ അത് പബ്ലിക് സർവൻറ്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒഫൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സെക്ഷൻ 161 to 165A ഈസ് ഒമിറ്റഡ് ഫ്രം ദ കോഡ് ബൈ ദി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 സെക്ഷൻ 31 പ്രകാരം IPCയിൽ ആദ്യം നേരത്തെ ഉണ്ടായിരുന്ന 161 മുതൽ 165A വരെയുള്ള ഒഫൻസസ് റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ് അതിനെ റിപ്പീൽ ചെയ്യപ്പെട്ടു. ആൻഡ് ആ പ്രൊവിഷൻസ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ എന്താണ് അതിൻ്റെ അകത്ത് അവിടെ എൻഹാൻസ്മെൻറ്റ് ഓഫ് പെനാൽറ്റിയുടെ ഭാഗത്ത് ആ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന പ്രൊവിഷൻസ് ചേർത്തിട്ടുണ്ട്. അത് പലയിടത്തായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 31 ഓഫ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം സെക്ഷൻ 161 to 165A ഓഫ് ദ IPC വാസ് റിപ്പീൽഡ്. ആ ഒരു കാര്യം ഓർത്തിരിക്കാം. ഒഫൻസ് റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻറ്റ് ചാപ്റ്റർ 9 166 to 171 വരുന്നത്. അല്ലാതെ കുറച്ച് പ്രൊവിഷൻസ് കൂടി നമുക്ക് പറയാൻ സാധിക്കും. നോക്കാം. 166 പറയുന്ന പബ്ലിക് സർവൻറ്റ് ഡിസൊബേയിങ് ദ ലോ വിത്ത് ഇൻറ്റൻറ്റ് ടു കോസ് ഇഞ്ചറി ടു എനി പേഴ്സൺ. നിയമപ്രകാരമല്ലാതെ കാര്യം ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു ലീഗൽ ഇഞ്ചറി കൊണ്ടുവരികയാണെങ്കിൽ അതും ഒരു ഒഫൻസാണ്. 166 ഹൂവർ ബീയിങ് എ പബ്ലിക് സർവൻറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വേർഡ് ബീയിങ് എ പബ്ലിക് സർവൻറ്റ് knowingly disobey the direction of the law, to conduct himself, intending to cause, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? disobeying the law, that disobedience will cause injury to any person. നിയമപ്രകാരം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ അതിനെ അങ്ങനെ അനുസരിക്കാതിരുന്നാൽ ഈ വ്യക്തിക്ക് ഇങ്ങനൊരു നഷ്ടമുണ്ടാകും എന്ന മനസ്സോടുകൂടി ഇൻറ്റൻഷനലി അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്താണ് പണിഷ്മെൻറ്റ് വരുന്നത്? ഷാൽ ബി പണിഷ്ഡ് വിത്ത് സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 year ഓർ വിത്ത് ഫൈൻ ഓർ വിത്ത് ബോത്ത്. 2 രീതിയിലും വരാം. 1 വർഷം വരെ സാധാരണ തടവും, അല്ലെങ്കിൽ ഒരു ഫൈനോ, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ചെയ്യാം. കിട്ടുന്ന ഒഫൻസാണ്, പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒഫൻസാണ് സെക്ഷൻ 166. ഈ ഒരു ഹെഡിങ് മാത്രം ഓർത്ത് വയ്ക്കാം. കാര്യം ഒന്ന് മനസ്സിലായി കാണുമല്ലോ. പബ്ലിക് സർവൻറ്റ് ഒരാൾക്ക് ദ്രോഹം ചെയ്യണമെന്ന് ഉദ്ദേശത്തോടു കൂടി ആ നിയമം അനുശാസിക്കുന്ന കാര്യം ചെയ്യാതിരിക്കുകയും അങ്ങനെ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു ലീഗലായിട്ടൊരു ഇഞ്ചറി സംഭവിക്കുകയാണെങ്കിൽ ഈ പണിഷ്മെൻറ്റിന് ആ പബ്ലിക് സർവൻറ്റ് വിധേയനായിരിക്കും എന്നാണ് 166 പറയുന്നത്. അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇതും ഇല്ലസ്ട്രേഷൻ ചിലപ്പം ഈ IPCയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ലോയിനകത്ത് തന്നെ ആ ഗവൺമെൻറ് ഓരോന്നൊക്കെ ഇല്ലസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ടാവും ഓരോ എക്സാമ്പിളായിട്ട്. ആ ഇല്ലസ്ട്രേഷൻ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷകൾക്കൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അതിൽ 166 പ്രധാനപ്പെട്ട ഒരു ഇല്ലസ്ട്രേഷനാണ് ഓഫീസറിൻ്റെ പേരാണ് being an officer directed by law to take property in execution in order to satisfy a decree pronounced by Z waivers by a court of justice. കോടതി മുഖാന്തരം ഒരു ജഡ്ജ്മെൻറ്റ് ഇസഡിന് കിട്ടുന്നു. അത് പ്രകാരം ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു ഓഫീസറിൻ്റെ അടുത്ത്, വില്ലേജ് ഓഫീസറിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം ഇത് അറിയാം, ഇത് ചെയ്യണം, കോടതിയുടെ ഉത്തരവാണ്, ചെയ്തില്ലെങ്കിൽ അങ്ങേർക്ക് നഷ്ടമുണ്ടാവും. ആർക്കാണോ വിധി കിട്ടിയത്, അനുകൂലമായിട്ട് കിട്ടിയത്, അദ്ദേഹത്തിന് നഷ്ടമുണ്ടാവും. അതറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഡിസൊബേസ് ദ ഡയറക്ഷൻ ഓഫ് ലോ വിത്ത് ദ നോളജ് ദാറ്റ് ഹി ഈസ് ലൈക്ലി ടു ദെയർബൈ ടു കോസ് ഇഞ്ചറി ടു ഇസഡ്.
എ ഹാസ് കമ്മിറ്റഡ് ദി ഒഫൻസ് ഇങ്ങനെ ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എ ഹാസ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഡിഫൈൻഡ് ഇൻ ഡാഷ് 166, 167, 168, 169 എന്നൊരു ചോദ്യം വന്നാൽ ഇതാണ് ഇവിടെ ആൻസർ. സെക്ഷൻ 166 ആണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഇലസ്ട്രേഷനാണ് ഈ പറയുന്ന കാര്യം. ഒരു എക്സാമ്പിൾ, ഇലസ്ട്രേഷൻ ഉദാഹരണത്തിന് നമുക്ക് ആ നിയമം മനസ്സിലാവാൻ വേണ്ടി ആ പീനൽ കോഡിൽ കൊടുത്തിരിക്കുന്ന പല പല ഇലസ്ട്രേഷൻസ് പറയുന്നത്. ഇതിൻ്റെ പണിഷ്മെൻറ്റ് നമ്മൾ എന്താണ്? സിമ്പിൾ ഇംപ്രസ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ 1 year ഓർ ഫൈൻ ഓർ ബോത്ത്. നോൺ കോഗ്നൈസബിൾ, ബെയിലബിൾ ആയ ഒഫൻസ് ആണ്. ട്രയബിൾ ബൈ മജിസ്ട്രേറ്റ് ഫോർ ദ ഫസ്റ്റ് ക്ലാസ് ആൻഡ് നോട്ട് കോമ്പൗണ്ടബിൾ. അത് ഒത്തുതീർപ്പാക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്.